ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്രോ. സ്ലോ ബേസ്ഡ് ആണ് ഭയങ്കരമായിട്ട്. 1 മണിക്കൂറൊക്കെ കൊണ്ട് തീർക്കാൻ പറ്റിയ ഒരു ഡോക്യുമെന്ററി, അത്രേ ഉള്ളൂ. പെർഫോമൻസ് വൈസ് എങ്ങനെയുണ്ട്? കൊള്ളാം. പെർഫോമൻസ് ബേസ്ഡ് എല്ലാവരും കൊള്ളാം. കനി കുസൃതി കനി കുസൃതിയും കൊള്ളാം. മറ്റേ ആളെ പേര് എനിക്ക് അറിയത്തില്ല. ദിവ്യ. ദിവ്യ. എല്ലാവരും അഭിനയം മറ്റേ പറഞ്ഞ സിനിമയിൽ ആ പയ്യനും കൊള്ളാം. എല്ലാവരും അഭിനയം അഭിനയം കൊള്ളാം. അഭിനയൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പടം 1 മണിക്കൂറും 45 മിനിറ്റും ഉണ്ട്. 1 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ഒരു ഡോക്യുമെന്ററി 1.25 മണിക്കൂറിലോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇത് അത്രേ ഉള്ളൂ. നല്ലൊരു ഫിലിമായിരുന്നു. പഴയക്കവടിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ളത് നിലവാരം പുലർത്തുന്ന ഒരു സിനിമയാണ്. വ്യത്യസ്തം. ഒരു അവാർഡ് നല്ല പടങ്ങളാണ്. എങ്ങനെയാണ്? നല്ല കനി കുസൃതി എങ്ങനെയുണ്ടാവും? എന്തോ കനി കുസൃതി നല്ലതായിരുന്നു. ഒരുപാട് അവാർഡ് നേടിയതാണ്. അപ്പൊ തിയേറ്ററിൽ കണക്ട് ആവുമോ എല്ലാവരും? എനിക്ക് കണക്ട് ആയി. എനിക്ക് ആ ഫ്രെയിമിങ് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളിയായിരുന്നു. തീർച്ചയായും മൈ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഭയങ്കര നല്ലായിരുന്നു. എനിക്ക് കണക്ട് ആയി. കണക്ട് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഭയങ്കര എല്ലാം പെർഫോമൻസ്. ഋതു, കനി, പ്രഭ എല്ലാവരും ഞാൻ ഉറങ്ങിയില്ല. ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നല്ല പടമാണ്. ഒരു അവാർഡ് പടം, അത് പ്രതീക്ഷ വന്നാൽ മതി. ആക്ടിങ് കൊള്ളാം. ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പടം, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പടം. അത് അതേപോലെ തന്നെ എടുത്തങ്ങ് വെച്ചിട്ടുണ്ട്. അത്ര അങ്ങനെയല്ല, ഇതൊരു മനുഷ്യരുടെ ഉള്ളിൽ നടക്കണ എന്തൊക്കെയുണ്ടോ അതിപ്പോൾ ലൈംഗികമായിട്ടുള്ളതായാലും എല്ലാം അതിൽ പച്ചയായിട്ട് കാണിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ മോശമായിട്ടൊന്നും പറയല്ല. കൊള്ളാം. ഓവറോൾ നല്ല പടമാണ്. ഒരു അവാർഡ്സിന്റെ പ്രതീക്ഷ വന്നാൽ മതി. നല്ല പടം. അഭിനയം സിനിമ ഒരു സിനിമയാണോ ഡോക്യുമെന്ററി ആണോ എന്നൊരു സംശയം തോന്നുന്നു. പിന്നെ പണ്ടത്തെ നമ്മുടെ അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ അവരുടെയൊക്കെ ഒരു സിനിമ കാണുന്ന പോലെ ഉള്ള അമ്മാതിരി ഒരു സമാന്തര സിനിമ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആണ് കാണിക്കുന്നത്. ബിരിയാണി സിനിമയിൽ കനി കുസൃതി കാണിച്ച പോലെ എല്ലാം കാണിക്കുന്നത്. അതിൽ ദിവ്യപ്രഭയുടെ ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ നമ്മുടെ ഈ സിനിമയിലെ പയ്യനില്ലേ, മുറ സിനിമയിലെ പയ്യൻ, അവനാണ് ഇതിൽ ദിവ്യപ്രഭയുടെ ജോഡിയായിട്ട് കാണിക്കുന്നത്. അവൻ്റെ ഫുള്ള് ന്യൂഡ്, അവൻ്റെ നാഭിക്ക് കീഴുള്ള രോമം വരെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. പിന്നെ സെക്സ് ഫുൾ ന്യൂഡായിട്ടുള്ള അവളും അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ്. ഇതൊക്കെയാണോ ഈ നമ്മുടെ കാൻ ഫെസ്റ്റിവലിലോട്ടുള്ള സെലക്ഷനുള്ള മാനദണ്ഡം എന്നൊരു സംശയമുണ്ട്. എനിക്കറിയത്തില്ല ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സിനിമ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ കാണിക്കുള്ളൂ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എന്ത് സിനിമയാണ്? ഒരു വല്ലാത്തൊരു സിനിമ. ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. ഇത് ആ സമയത്ത് ഉണർന്നിരിക്കുമല്ലോ. ഉറങ്ങിപ്പോയവർ പിന്നെ ഇതൊന്നും അറിയത്തില്ലല്ലോ. ഇതൊക്കെ കണ്ടോണ്ടിരിക്കാം. വളരെ അതിശയപ്പെട്ടു ഞാൻ. ഞാൻ ഫിലിം ഫെസ്റ്റിവലൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനെന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാവുമെന്ന് കരുതി. പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഇല്ല. ഈ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ടും കാണിക്കുന്നത്. പിന്നെ സ്ത്രീകളുടെ വക നമ്മൾ പുരുഷന്മാർ അശ്ലീലം സിനിമയിലെ കാണിക്കും. ഇതിൽ പിന്നെ ഈ ദിവ്യപ്രഭയ അശ്ലീലം പറയാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടി വച്ചിട്ടുള്ളത് പോലെയാണ്. പിന്നെ അതിൽ വ്യത്യസ്തമായിട്ട് അഭിനയമുള്ള അസീസ് നെടുമങ്ങാട്. പുള്ളി സാധാരണ ഒരു കോമഡി വേഷത്തില്ല, പുള്ളിയൊരു ഡോക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. ബാക്കി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്ത് കണ്ടിട്ടാണ് ഈ സിനിമ OTT-യിൽ നിന്ന് എടുത്തിട്ടില്ല എന്ന് ഇങ്ങനെ കനി കുസൃതി കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇതിൽ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ. OTT-കാരൊന്നും ഏറ്റെടുക്കുന്നില്ല. ഇതിൽ എന്താണ് ഏറ്റെടുക്കാനുള്ളതെന്ന് മാത്രമുള്ള ഒരു കണ്ടന്റ് ഈ സിനിമയിലില്ല. ഭയങ്കര നല്ല സിനിമയാണ്. ആക്ച്വലി ഇത് കാണാൻ പറ്റിയ ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ എടുത്ത് പറയാണ്. കാരണം പലയിടത്തും ഇറങ്ങി, US-ലും UK-യിലൊക്കെ ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നുണ്ടോ എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറങ്ങി കാണാൻ പറ്റിയൊരു ഭയങ്കര സന്തോഷമുണ്ട്. ഇറ്റ്സ് എ പ്രിവിലേജ് ടു വാച്ച്. ഭയങ്കര നല്ല മൂവിയാണ്. ഭയങ്കര ടച്ച് ചെയ്തൊരു സിനിമയാണ്. എല്ലാവരുടെയും നല്ല അഭിനയമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ, ദിവ്യ ആണെങ്കിലും കനി കുസൃതി ആണെങ്കിലും എല്ലാവരും വളരെ നല്ല രീതിയിലാണ്.